ഇപ്പൊ എന്തോ അമ്മയ്ക്ക് അസുഖം ഇല്ലേ? ഇപ്പൊ വീട്ടില് മോക്കെന്തുവാ ജോലി? അറിയാൻ വയ്യ. പിന്നെ അമ്മേ ഇപ്പൊ എന്തോ അസ്വസ്ഥത അമ്മയ്ക്ക്? ഇല്ല. തലയൊക്കെ പൊട്ടിയിരിക്കുന്നു. അമ്മയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞേ, എന്താ അത്? വീടൊക്കെ ഉണ്ടോ അമ്മയ്ക്ക്? വീട് വേറെയാ? സ്വന്തമായിട്ട് വീടില്ലേ? ഉണ്ടോ? ആ മോളെന്ത് ചെയ്യുന്നു അമ്മ? അറിയത്തില്ല. ഇപ്പൊ ആഹാരം കഴിക്കാൻ എന്തൊക്കെയാ ബുദ്ധിമുട്ട് അമ്മയ്ക്ക് ഇപ്പൊ? ഇപ്പൊ എണീറ്റ് നടക്കാൻ പറ്റത്തില്ലേ? ആ എത്ര ദിവസമായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്? 5-6 ദിവസമായോ? ഒരു മാസം കൊണ്ട് ഇതാണ് അവസ്ഥ. ഇതെന്താ അടുക്കളക്കകമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അടുക്കളക്കകം കിടക്കുന്ന വൃത്തികേട് കണ്ടോ? 2 പേര് കിടക്കുന്നിടമാണ്. ഇവരെ 2 പേര് ഒരു പ്രാവശ്യം നമ്മൾ സരോജിനിയമ്മ നമ്മുടെ സ്ഥാപനത്തിൽ നിർത്തിയാണ്. പിന്നിപ്പോൾ നമ്മൾ വീണ്ടും അവരെ വേറെ സ്ഥാപനങ്ങളിലേക്ക് മാറ്റുവാണ്. സരോജിനിയമ്മയുടെ സ്ഥിതി വീണ്ടും വളരെ മോശമാണ്. ആ അമ്മയുടെ മകളാണ് രാജി. നമ്മൾ ഒരു പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്താണ്. അവിടുന്ന് ചാടിയതാണ്. അവിടുന്ന് ചാടി വീണ്ടും വണ്ടി കയറി ഇവിടെ വന്നു. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ഹോസ്പിറ്റലാക്കുവാണ്. വേറെ വഴിയില്ല. പോകാം നമുക്ക്. എടുക്കാം സുരേഷ് ചേട്ടാ. മെമ്പർ അദ്ദേഹം നമ്മളിപ്പം സരോജിനിയമ്മയും മകളെയും പല പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലാക്കിയതാ. ഇപ്പോഴും മെമ്പർ നാട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് പിരിച്ചാണ്. മെമ്പറും ഇവിടുത്തെ പരിസരവാസികളുമായി നടന്ന് രാജ്യം മുഴുവൻ നടന്ന് പിരിവെടുത്താണ് ഈ പറഞ്ഞു വിടുന്നതെല്ലാം. ഇനിയെങ്കിലും ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, ഇവരെ ഒരു സുരക്ഷിതമാവുന്ന നിലയിൽ എത്തിക്കണം. അതിനുശേഷം ഇങ്ങോട്ട് കൊണ്ടുവരാവുള്ളൂ. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. തുണിയില്ല, അതുപോലെ തന്നെ രാജ്യത്തുള്ള ആൾക്കാരെ എല്ലാം ചീത്ത വിളിക്കുക, ഓരോ വീട്ടിന്റെ വാതിക്കെ കൂടി എടുത്തും കയറിയാണ് ചെല്ലുന്നത്. സരോജിനിയമ്മ നല്ല രീതിയിൽ നിന്നോണ്ടിരുന്ന സരോജിനിയമ്മയെ മാതൃജ്യോതി കൊണ്ടുപോയതും സരോജിനിയമ്മ നല്ലതാകുകയും രണ്ട് മാസത്തോളം അവിടെ നിൽക്കുകയും ചെയ്തതാണ്. അവരെ മാന്യമായ രീതിയിലായിരുന്നു അന്ന് അവിടുത്തെ ഇടപെടലും അവരെ നോക്കിയതും. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണത്തോടുകൂടി അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് പറയാനുള്ളൂ. സാറിന് എന്താ പറയാനുള്ള ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം സാർ ഇവിടെ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിനും നല്ലത്. സാറ് വന്നതിൽ സന്തോഷം. വിളിച്ചപ്പോ സാർ നിങ്ങൾ എത്തിയതിൽ ഷെഫീഖ് സാറേ സന്തോഷം. ജയശ്രീയും തന്നെയും ചേർന്ന് അവരെ വൃത്തിയാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. സരോജിനിയമ്മ ഈ വെള്ളം കുടിച്ചോട്ടെ. സരോജിനിയമ്മയുടെ കോലം കണ്ടിട്ട് നമുക്ക് പോലും വിഷമം തോന്നുക. സരോജിനിയമ്മയുടെ അയൽക്കാരാണിത്. ഈ അയൽക്കാരാണ് എപ്പോഴും ഈ സരോജിനിയമ്മയെ സഹായിക്കുന്നത്. ഇപ്പോഴും അവരെല്ലാവരും എല്ലാവരുടെ ചേർന്ന് കാശൊക്കെ പിരിച്ച് വെള്ളം മേടിച്ച് കൊടുത്ത് സരോജിനിയമ്മ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്യുകയാണ്. രാജിയെ ഒന്നെണ്ണീച്ചേ. സരോജിനിയമ്മയുടെ മോളാണ്. 39 വയസ്സുള്ള ഒരു പെണ്ണാണ്. ഒരു തരത്തിലും പറഞ്ഞാൽ കേൾക്കുന്ന ആളല്ല. ഈ ഒരു മകൾ മുഖേനയാണ് ഈ ഒരു കുടുംബം മൊത്തം നശിച്ചു പോയത്. ഒരസുഖങ്ങളുമില്ല. മാനസികമായിട്ടൊരു ഒത്തിരി പ്രശ്നമുണ്ടെന്നല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ആരോഗ്യപരമായിട്ടോ ഉള്ള ഒരു പ്രശ്നങ്ങളുമില്ല. എന്നാൽ എല്ലാ കാര്യവും എപ്പോഴും രാജിക്ക് അറിയാം. ഈ വീട് കിടക്കുന്ന കണ്ടീഷൻ കണ്ടോ? തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലാക്കിയതല്ലയോ? നീ അവിടുന്ന് ചാടി വന്നോളല്ലയോ? ഇങ്ങോട്ട് നോക്കിയ രാജിയെ നിന്നെ തിരുവനന്തപുരത്ത് ആക്കിയപ്പോഴേ നീ ചാടി വന്ന എന്തിനാ? നിന്നെ ആശുപത്രിയിലാക്കിയതല്ലയോ? അവിടുന്ന് എന്തിനാ നീ ചാടി വന്നേ? നിനക്ക് എന്തെങ്കിലും
അറിവോ ബോധമോ ഇല്ലാത്തവളാണോ നീ? തിരുവനന്തപുരത്ത് നിന്ന് ബസ് കയറി നിന്റെ വീടിന്റെ അടുത്ത് ഇറങ്ങി അവിടുന്ന് ഓട്ടോ ഓടിച്ച് നിനക്ക് വീട്ടിൽ വരാൻ അറിയാമായിരുന്നല്ലോ. കൊച്ചേ, നീ ഒരു ഒറ്റ പെണ്ണ് മുഖേന നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും നശിച്ചില്ലയോ? നമ്മൾ സരോജിനിയമ്മയെ മെഡിക്കൽ കോളേജിലാക്കുവാണ്. വീണ്ടും ആംബുലൻസിന് വിളിച്ചു വരുത്തിയാണ്. നാട്ടുകാരാണ് ആംബുലൻസിന് കൊടുക്കാനുള്ള കാശ് കളക്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ നാട്ടുകാരാണ് ഈ കാണുന്നത്, എല്ലാം അവരുടെ നാട്ടുകാരാണ്, അവർ അയൽവാസികളാണ് ഈ കാണുന്നത് മൊത്തം. വീട്ടില് അമ്മയുടെ ഒരു മോളെന്ന് പറഞ്ഞാൽ മാനസികരോഗി. അവർക്ക് ആർക്കും നോക്കാൻ പറ്റുന്നില്ല. അപ്പം ഇവർ 4-5 ദിവസമായിട്ട് നമ്മുടെ അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തകരാണ് നമ്മളെ സമീപിച്ചിട്ട് കൊണ്ടുവന്നത്. കരുനാപ്പള്ളിയിലുള്ള അവിടെ വന്ന് പോയി കൊണ്ടുവരും. അല്ലല്ല, ഇവര് വീട്ടിൽ ഒറ്റ കിടപ്പായിരുന്നു. ആരോരും ഇത് ശ്രദ്ധിക്കാതെ നോക്കാനില്ല. ഇവര് ബന്ധുക്കളെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. പിന്നെ അവിടുത്തെ കൗൺസിലറും എല്ലാവരും ഇടപെട്ട് അവരാണ് ഈ വണ്ടിക്കൂലിയൊക്കെ സംഘടിപ്പിച്ച് തന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ളതിൽ അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ വിളിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ജില്ലാ ആശുപത്രിയിലെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അതിനുശേഷം ഇവർ സുഖപ്പെടുത്തിയതിനു ശേഷം ഇവർ ഏതെങ്കിലും അഭയകേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇവരെ വീട്ടിലെത്തിക്കുകയോ അങ്ങനെയാണ് ചെയ്യുന്നത്. വീട്ടിലിപ്പോൾ എത്തിക്കാനായാലും ഇവർ വീട്ടിലെത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നുവെച്ചാൽ വീട്ടിൽ ആളില്ല.